മനോഹരമായ അന്തരീക്ഷത്തിൽ പരമപ്രധാനമായ ആചാരാനുഷ്ഠാനങ്ങൾ സമർപ്പിത സാധനയോടെ കൊണ്ടാടും. അത്യപൂർവങ്ങളിൽ അപൂർവമായ 140 അഥവാ 39 തെയ്യങ്ങളാണ് പെരുങ്കളിയാട്ടത്തിന്റെ പുണ്യനാളുകളെ കാൽച്ചിലമ്പൊലിനാദമുതിർത്ത തിരുമുറ്റത്തും ജനമനസ്സുകളിലും നിറഞ്ഞാടി ഉറഞ്ഞാടി ഉരിയാടി അനുഗ്രഹമേകുന്നത്. പെരുങ്കളിയാട്ട നഗരിയിലെത്തുന്ന ആബാലവൃദ്ധം ജനങ്ങൾ കാറുനാളുകളിലായി ആദൂരമ്മേ മഹാദേവി ഭദ്രതേ രുദ്രനന്ദിനി സർവസമ്പത്പ്രദാത്രീയ നമസ്തസ്യൈ നമോ നമഃ. ഉള്ളൊരുങ്ങി വിളിക്കുമ്പോഴൊക്കെ അദൃശ്യയായി വന്ന് അനുഗ്രഹമേകുന്ന അഭീഷ്ടവരദായിനിയും അന്നപൂർണേശ്വരിയും ജഗദംബികയും ഭക്തവത്സലയും ആദിമഹസ്സും പരമ്പൊരുളുമായ അമ്മയുടെ തിരുവരങ്ങിൽ ആദൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തെ നാളെ മുതൽ 6 നാളുകളിൽ 351 സംവത്സരങ്ങൾക്ക് ശേഷം പെരുങ്കളിയാട്ടം അരങ്ങേറുകയാണ്. പെരുങ്കളിയാട്ടം വിളംബരം ചെയ്തുകൊണ്ടുള്ള ഘോഷയാത്രയാണ് ഈ വഴിത്താരയിലൂടെ കടന്നു വരുന്നത്. ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഭക്തജനങ്ങളെ, കാലത്തിന്റെ നിയോഗം പോലെ ഇതാ ആദൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നാളെ മുതൽ 6 നാളുകളിൽ പെരുങ്കളിയാട്ടം. 3.5 നൂറ്റാണ്ടുകൾ 351 സംവത്സരങ്ങൾ കാണുവാൻ വാങ്ങുവാൻ അനുഗ്രഹം വാങ്ങുവാൻ അനുബന്ധമായി നടക്കുന്ന കലാ സാംസ്കാരിക പരിപാടികൾ ആസ്വദിക്കാൻ 12 നേരങ്ങളിലായി നൽകുന്ന അന്നപ്രസാദം സ്വീകരിക്കാൻ സജ്ജനങ്ങളായ നിങ്ങളേവരെയും ഞങ്ങൾ നിങ്ങളെ ഒരു ദേശത്തെ കാവുകളും കലകളിൽ വഴി കടന്നു വരികയാണ്. നാളെ മുതലുള്ള 6 നാളുകളിലാണ് ആദൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിന്റെ തിരുവരങ്ങിൽ പെരുങ്കളിയാട്ടത്തിന്റെ പെരുമ്പറ. മേളത്തിന്റെയും കൊമ്പവാദ്യമേളങ്ങളുടെയും താലപ്പൊലിയും ദീയപാലികമാരുടെയും വർണ്ണാഭമായ മുത്തുക്കുടകളുടെയും ഭക്തിസാന്ദ്രമായ കുണിതഭജനയുടെയും അകമ്പടിയുടെ ആരംഭിച്ച വിളംബര ഘോഷയാത്ര ഇതാ ഈ വഴിത്താരയിലൂടെ ആദൂരമ്മയുടെ തിരുസന്നിധി ലക്ഷ്യമാക്കി കടന്നു വരികയാണ്. 3.5 നൂറ്റാണ്ടുകൾ 351 സംവത്സരങ്ങൾ 4215 മാസങ്ങൾ 29,500 പരമാഴ്ചകൾ 1,28,200 പരം ദിനരാത്രങ്ങൾ കാത്തു നിന്ന് കിട്ടിയതാണ് ഈ തലമുറയുടെ പുണ്യമായി അനുഗ്രഹമായി ആഹ്ലാദമായി ആനന്ദമായി പെരുങ്കളിയാട്ടം. ആദൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തില് പെരുങ്കളിയാട്ടം വിളംബരം ചെയ്തുകൊണ്ടുള്ള ഘോഷയാത്രയാണ്.
ശക്തികളെ ആവാഹിച്ച തിരുവായുധങ്ങളുമായി കുറഞ്ഞാടുക. വിളംബരം ചെയ്തുകൊണ്ടുള്ള ഘോഷയാത്രയിത ഈ വഴിപ്പാതയിലൂടെ കടന്നുവരികയാണ്. നിത്യനിഷ്കളങ്കതയുടെ സത്യസാക്ഷ്യം പോലെ മറ്റ് വികാരികളും വ്യക്തികളും വിളംബര ഘോഷയാത്രയാണ് ഈ വഴിപ്പാതയിലൂടെ കടന്നു വരുന്നത്. എല്ലാ ബന്ധുജനങ്ങളും ഈ വിളംബര ഘോഷയാത്രയിൽ പങ്കാളികളാവുക. ആ ഉദ്ദേശത്തിന്റെ ഉത്തമ സംസ്കാരം ഉയർത്തിപ്പിടിക്കുക. ടുത്തവളെ ചിരിപ്പുത്തവളെ ആനന്ദരൂപിണി ದೇವ ಬಂದ ನೋಡೆ ದೇವತವಾದ್ಯಗಳಿಂದ ಬಂದ ನೋಡೆ ಓಮೇವ ನೀವ ದೇವ ಬಂದ ನೋಡೆ ದೇವತವಾದ್ಯಗಳಿಂದ ಬಂದ ನೋಡೆ ಕೃಷ್ಣ ಕೃಷ್ಣ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന കാരുണ്യക്കടലായ മാതാവ് ശ്രീ ആദൂരമ്മ, കരികൊണ്ടാൽ കരിങ്കാളിയാകുന്ന ശക്തിസ്വരൂപിണി കൂടിയാം. ആർക്കൂറ്റമുണ്ടിന്നു കഷ്ടപ്പെടാൻ മൂർത്തമാം മൃത്യുവെ കെട്ടിപ്പുണരുവാൻ സംഹാരവൃത്തത്തെ നൃത്തം ചവിട്ടുവാൻ കീർത്തനങ്ങൾ നിത്യം നമിക്കാം തവ സന്നിധാനെ, നിത്യം മനഃശാന്തി പകർന്നിടാനായി നിത്യം നമിക്കാം തവ പാദപത്മേ. പ്രതിരോധത്തിനും കാരണമായ അനുഷ്ഠാനമായതുകൊണ്ടാണ് തെയ്യം നമ്മുടെ ജീവിതത്തിന്റെ ഒരു അവിഭാജ്യ ഭാഗമായി തീർന്നത്. കുടിക്കുന്ന തുകലിനും കുടിക്കുന്ന കഞ്ഞിക്കും തൊട്ടിലാട്ടത്തിനും താലോലത്തിനും വിഘ്നം വരുത്താതെ കാത്തിരക്ഷിക്കുന്ന തെയ്യങ്ങളുടെ കാവലും കരുത്തുമായി ഉത്തരകേരളീയ ജീവിതങ്ങളെ തളരാതെ പതറാതെ മുന്നോട്ട്
പാട്ട് നയിക്കാനിതാ ആദൂരമ്മയുടെ തിരുവരങ്ങുണർന്നു കഴിഞ്ഞു. നാളെ മുതൽ താരയിലൂടെ കടന്നു വരികയാണ്. ഭക്തജനങ്ങളെ, ആദിഭൂതലം തന്നിലെ ആഗ്രഹിച്ചെടുത്തു വാഴും അഖില ചരാചര സൃഷ്ടിപാലകരാം ദേവദേവാദി പുണ്യ ചൈതന്യ ധന്യ പരമ്പരകളും പരാശക്തിയും ധരണി പൂണ്ടിടും. ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ട മഹോത്സവമിതാ അടുത്തടുത്തു വന്നിരിക്കുന്നു. ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം. പെരുങ്കളിയാട്ടത്തിന്റെ തിരുവരങ്ങുണരുകയായി പെരിങ്കളിയാട്ടം വിളംബരം ചെയ്തുകൊണ്ട് ആരംഭിച്ച ശിങ്കാരീമേളത്തിന്റെയും കൊമ്പവാദ്യമേളങ്ങളുടെയും താലപ്പൊലിയും ദിയാലിക്കുമാരുടെയും വർണ്ണാഭമായ മുത്തുക്കുടകളുടെയും അതിസാന്ദ്രമായ കുണിപ്പുടകളുടെയും അകമ്പടിയോടെ ആരംഭിച്ച വിളംബര ഘോഷയാത്രയിത ഈ വഴിത്താരയിലൂടെ ആദൂരമ്മയുടെ തിരുസന്നിധി ലക്ഷ്യമാക്കി കടന്നു വരികയാണ്. 3.5 നൂറ്റാണ്ടുകൾ, 351 സംവത്സരങ്ങൾ, 4215 ആനന്ദമായി പെരുങ്കളിയാട്ടം കളിയാട്ടത്തിന്റെ പെരുമ്പറ മുഴക്കിക്കൊണ്ടുള്ള വിളംബര ഘോഷയാത്രയാണ് ഈ വഴിത്താരയിലൂടെ കടന്നു വരുന്നത്. എല്ലാ ഭക്തജനങ്ങളും ഈ വിളംബര ഘോഷയാത്രയിൽ പങ്കാളികളാവുക. ആദൂർ ദേശത്തിന്റെ ഉത്തമ സംസ്കാരം ഉയർത്തിപ്പിടിക്കുക. ശിങ്കാരീമേളത്തിന്റെയും കൊമ്പുവാദ്യമേളങ്ങളുടെയും താലപ്പൊലിയും ദിയബാലികമാരുടെയും വർണ്ണാഭമായ മുത്തുകുടകളുടെയും അഗ്നിസാന്ദ്രമായ കുണിതഭജനയുടെയും അകമ്പടിയോടെ ആരംഭിച്ച വിളംബര ഘോഷയാത്രയിത ആദൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിന്റെ തിരുസന്നിധി ലക്ഷ്യമാക്കി ഇതുവഴി കടന്നു വരികയാണ്. ഉണരുക, ആലസ്യം വിട്ടുണരുക. 351 സംവത്സരങ്ങൾക്ക് ശേഷം ഇതാ നാളെ മുതൽ 6 നാളുകളിൽ ആദൂർ ശ്രീ ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടത്തിന്റെ പെരുമയാൽ നിറയുകയാണ്. ജാതിമതഭേദ ചിന്തകരുടെ അതിർവരമ്പുകൾ അലിയിച്ചില്ലാതാക്കി മാനവ സ്നേഹം വിളംബരം ചെയ്തുകൊണ്ടുള്ള പെരുങ്കളിയാട്ട പെരുമയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ടിതാ വിളംബര ഘോഷയാത്ര ഈ വഴിത്താരയിലൂടെ കടന്നു വരികയാണ്. ഭക്തജനങ്ങളെ, ആദിഭൂതലം തന്നിലെ ആഗ്രഹിച്ചെടുത്തു വാഴും അഖില ചരാചര സൃഷ്ടിപാലകരാം ദേവദേവാദി പുണ്യ ചൈതന്യ ധന്യ പരമ്പരകളും പരാശക്തിയും ധരണി പൂണ്ടിടും. ദേവതാസ്ഥിതിലെ ശക്തിസാരസ്ഥലമെന്ന നിമിത്തവശാൽ മനുഷ്യരെ ബോധ്യപ്പെടുത്തി സ്ഥിരവാസേ ആരൂഢ സ്വരൂപകരായി ആദൂർ ഭഗവതി 340 തെയ്യങ്ങളും കുടികൊള്ളുന്ന നന്ദനോദ്യാനസമം പരിലസിക്കുന്ന ആദൂർ ശ്രീ ഭഗവതി ശ്രീ അയ്യപ്പ ഭജനാമന്ദിരത്തിലും ശിങ്കാരീമേളത്തിന്റെയും വാദ്യമേളങ്ങളുടെയും താലപ്പൊലിയും ദിയബാലികമാരുടെയും വർണ്ണാഭമായ മുത്തുകുടകളുടെയും ഭക്തിസാന്ദ്രമായ ഭജനയുടെയും അകമ്പടിയോടെ ആരംഭിച്ച വിളംബര ഘോഷയാത്രയിത നാട്ടുമറ്റരുടെ മനസ്സുകളെ ആഹ്ലാദത്തിന്റെ ആനന്ദത്തിന്റെ പുത്തിരികത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ മുതലുള്ള നാളുകളിലാണ് ആദൂർ ശ്രീ ഭഗവതി
പ്രപഞ്ചം ഇത്തരത്തിൽ നിലകൊള്ളുന്നത് ആ സർവേശ്വരിയുടെ തൃപ്പാദപത്മങ്ങളിൽ നമുക്ക് സാഷ്ടാംഗം പ്രണമിക്കാം. നിത്യം സ്തുതിക്കാം തവ കീർത്തനങ്ങൾ, നിത്യം നമിക്കാം തവ സന്നിധാനെ, നിത്യം മനഃശാന്തി പകർന്നിടാനായി നിത്യം നമിക്കാം തവ പാദപത്മേ. ഭക്തജനങ്ങളെ, കാലത്തിന്റെ നിയോഗം പോലെ ആദൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നാളെ മുതൽ 6 നാളുകളിൽ പെരുങ്കളിയാകും. 3.5 നൂറ്റാണ്ടുകൾ, 351 സംവത്സരങ്ങൾ, 4215ഓളം മാസങ്ങൾ, 29,500 പരമാഴ്ചകൾ, 1,28,200 പരം ദിനങ്ങൾ. അഖില ചരാചര സൃഷ്ടിപാലകരാം ദേവദേവാദി പുണ്യ ചൈതന്യ ധന്യ പരമ്പരകളും പരാശക്തിയും ധരണി പൂണ്ടിടം. ദേവതാസ്ഥിതിലെ ശക്തിസാര സ്ഥലമെന്ന് നിമിത്തവശാൽ മനുഷ്യരെ ബോധ്യപ്പെടുത്തി സ്ഥിരവാസേ ആരൂഢ സ്വരൂപകരായി ആദൂർ ഭഗവതി 340 തെയ്യങ്ങളും കൊടികൊള്ളുന്ന നന്ദനോദ്യാന സമം പരിലസിക്കുന്ന ആദൂർ ശ്രീ ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ടത്തിന്റെ വിളംബര ഘോഷയാത്ര ഇതാ കടന്നു വരികയാണ്. വേങ്ങത്തടയ്ക്ക ശ്രീ അയ്യപ്പ ഭജനാ മന്ദിരത്തിൽ നിന്നും ശിങ്കാരി മേളത്തിന്റെയും കൊമ്പുവാദ്യമേളങ്ങളുടെയും സ്ഥിരവാസേ ആരൂഢ സ്വരൂപകരായി ആദൂർ ഭഗവതി 340 തെയ്യങ്ങളും കൊടികൊള്ളുന്ന നന്ദനോദ്യാന സമം പരിലസിക്കുന്ന ആദൂർ ശ്രീ ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ടത്തിന്റെ വിളംബര ഘോഷയാത്ര ഇതാ കടന്നു വരികയാണ്. വേങ്ങത്തടയ്ക്ക ശ്രീ അയ്യപ്പ ഭജനാ മന്ദിരത്തിൽ നിന്നും ശിങ്കാരി മേളത്തിന്റെയും കൊമ്പുവാദ്യമേളങ്ങളുടെയും താലത്രമായ ആദൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ട മഹോത്സവമിത അടുത്തടുത്തു വന്നിരിക്കുന്നു. ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം. പെരുങ്കളിയാട്ടത്തിന്റെ തിരുവരങ്ങുണരുകയായി പെരുങ്കളിയാട്ടം വിളംബരം ചെയ്തുകൊണ്ട് വേങ്ങത്തടയ്ക്ക ശ്രീ അയ്യപ്പ ഭജനാ മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച ശിങ്കാരി മേളത്തിന്റെയും കൊമ്പുവാദ്യമേളങ്ങളുകൊണ്ടുള്ള ഘോഷയാത്ര ഇതാ ഈ വഴിത്താരയെ സമ്പന്നമാക്കിക്കൊണ്ട് കടന്നു വരികയാണ്. ഭക്തജനങ്ങളുടെ സ്വാമിധാര പോലെ ക്ഷേത്ര സന്നിധിയിൽ തെയ്യവും പെരുങ്കളിയാട്ടവും വടക്കൻ കേരളത്തിന്റെ ജീവവിശ്വാസമായ അനുഷ്ഠാനമാണ്. ഭക്തിക്കും വിശ്വാസത്തിനുമൊപ്പം ഒരു ജനതയുടെ നിലനിൽപ്പിനും പ്രതിരോധത്തിനും കാരണമായ അനുഷ്ഠാനമായതുകൊണ്ടാണ് തെയ്യം നമ്മുടെ ജീവിതത്തിന്റെ ഒരു അവിഭാജ്യ ഭാഗമായി തീർന്നത്. കുടിക്കുന്ന തുകലിനും കുടിക്കുന്ന കഞ്ഞിക്കും തൊട്ടിലാട്ടത്തിനും താലോലത്തിനും വിഗ്രഹം വരുത്താതെ കാത്തിരക്ഷിക്കുന്ന തെയ്യങ്ങളുടെ കാവലും കരുത്തുമായി ഉത്തരകേരളീയ ജീവിതങ്ങളെ തളരാതെ പതറാതെ മുന്നോട്ട് നയിക്കാനിതാ ആദൂരമ്മയുടെ തിരുവരങ്ങുണർന്നു കഴിഞ്ഞു. നാടുണർത്തുന്നത് പെരുങ്കളിയാട്ടം, നാട്ടുപേരുടെ പെരുങ്കളിയാട്ടം, നാട്ടാരുടെ പെരുങ്കളിയാട്ടം, ആദൂരമ്മയുടെ പെരുങ്കളിയാട്ടം, പെരുങ്കളിയാട്ടത്തിലും വിളംബരം ചെയ്യുന്നത്
ഭക്തജനങ്ങളുടെയും ഭക്തിസാന്ദ്രമായ കുണിതഭജനയുടെയും അകമ്പടിയോടെ ആരംഭിച്ച വിളംബര ഘോഷയാത്ര ഇതാ ഈ വഴിത്താരയിലൂടെ ആദൂരമ്മയുടെ തിരുസന്നിധി ലക്ഷ്യമാക്കി കടന്നു വരികയാണ്. 3.5 നൂറ്റാണ്ടുകൾ, 351 സംവത്സരങ്ങൾ, 4215 മാസങ്ങൾ, 29,500 പരമാഴ്ചകൾ, 1,28,200 ദിനരാത്രങ്ങൾ കാതൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തില് വെലിങ്കളിയാട്ടം വിളംബരം ചെയ്തുകൊണ്ടുള്ള ഘോഷയാത്ര ഈ വഴിത്താരയെ സമ്പന്നമാക്കിക്കൊണ്ട് കടന്നു വരികയാണ്. Thank you.